Hello guys, welcome back to my channel. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എനിക്ക് റെഗുലറായിട്ട് വരുന്ന 2 കമൻസിനുള്ള റിപ്ലൈ ആയിട്ടാണ്. നമ്മൾ ഇതിനു വേണ്ടി നേരത്തെ ഒരു പാർട്ട് 1 ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെയും ഈ സെയിം കമൻസ് വരുന്നത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒന്നാമത്തെ കമൻറ്റ് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഓർഡേഴ്സ് കിട്ടുക എന്നുള്ളതാണ്. രണ്ടാമത്തത് നമുക്ക് എവിടെയൊക്കെ ഇത് സെയിൽ ചെയ്യാം എന്നുള്ളതും നമുക്ക് റെഗുലറായിട്ട് വരുന്ന കമൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ 2 ടോപ്പിക്കുമാണ് മെയിനായിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു മേഖല വളരെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. പക്ഷെ നമ്മൾ തേച്ച് വെച്ച പ്രൊഡക്ട്സും കാര്യങ്ങളും സെയിലാവാതെ വെറുതെ കൂടിക്കിടക്കുന്നത് നമുക്കൊരു മടുപ്പ് തോന്നിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് കാണുക. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമുക്ക് എങ്ങനെയാണ് ഓർഡേഴ്സ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് മെയിനായിട്ട് നമ്മൾ 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓഫ്ലൈനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. രണ്ടാമത്തേത് ഓൺലൈനായിട്ടാണ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയാസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വളരെ നന്നായിട്ട് നമ്മുടെ ക്രിയേറ്റീവ് ഫീൽഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഓഫ്ലൈനായിട്ടാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ അടുത്തുള്ള കടകളിൽ ചെന്നിട്ട് നിങ്ങൾ തേച്ച് വെച്ച പ്രൊഡക്ട്സ് കാണിച്ച് അവിടെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും ഒക്കെ അടുത്ത് നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഏത് പ്രൊഡക്റ്റാണോ ചെയ്യുന്നത്, അത് 1 ആയിക്കോട്ടെ 2 ആയിക്കോട്ടെ, അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഫ്രോക്കൊക്കെ തേക്കുമ്പോൾ ലൈനിങ്ങും അതിൻ്റെ ഫാബ്രിക്കും ഒക്കെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് എടുത്ത് വെച്ച് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂസ് കസ്റ്റമറെ കിട്ടണമെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിനുള്ള റിവ്യൂ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ആണെങ്കിൽ നമുക്ക് കുറേ കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഓർഡേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങൾ, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് പരസ്യം കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് പരിപാടി ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ തന്നെ ആൾക്കാരെ അറിയിച്ചുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ വാട്സാപ്പിൽ സ്റ്റാറ്റസോ യൂട്യൂബിൽ ഷോർട്സോ ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ്, നമ്മൾ തേക്കുന്നതും അതിൻ്റെ ഫൈനൽ പ്രൊഡക്ട്സും എല്ലാം നമ്മൾ ഇതിൽ കൂടി ആൾക്കാരെ കാണിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇത് നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും ഷോർട്സും സ്റ്റാറ്റസും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഒരു പ്രാവശ്യം നമ്മളത് ചെയ്ത് ഇനി അത് സെയിലായിട്ട് നമുക്ക് അടുത്ത പ്രോഡക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതവിടെ നിർത്തരുത്. നമ്മൾ ചെയ്യുന്ന പ്രൊഡക്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് ഓർഡേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ പേരെഴുതിയ ഡ്രസ്സ്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും ഒക്കെ എഴുതിയ എംബ്രോയിഡറി ചെയ്ത അല്ലെങ്കിൽ സീക്വൻസ് വർക്ക് ചെയ്ത ഡ്രസ്സ്, ഇതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അമ്മയുടെയും മോളുടെയും മക്കളുടെയും മാച്ചിങ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നും കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നമ്മൾ ഈ ഷോർട്സിലും റീൽസിലും ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ കസ്റ്റമൈസേഷന് ഒന്നും കൂടെ നിങ്ങൾ
മുൻതൂക്കം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു 2025 ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, നിങ്ങൾ സെയിൽ ചെയ്തിപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കുന്ന ഡ്രസ്സുകളുടെ റിവ്യൂസ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു റിവ്യൂസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പരിചയമില്ലാത്ത ആളുകൾ ഈ ഒരു റിവ്യൂ കാണുമ്പോഴാണ് അവർ ചെയ്ത പ്രൊഡക്ട്സ് നല്ലതാണ്, അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ റിവ്യൂസ് വാട്സാപ്പ് കൂടിയൊക്കെ വാങ്ങിച്ചിട്ട് അത് നിങ്ങളുടെ റീലിലും ഷോർട്സിലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വില ഇടുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ വില നമ്മുടെ ടൈമിനും നമ്മുടെ എഫേർട്സിനും അനുസരിച്ചുള്ളതാണ്. അപ്പോൾ അതിന് ഇടയ്ക്ക് നമുക്ക് ഈ ഒരു ഈദിനും ഓണത്തിനും ഒക്കെ ഓഫേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടി ശ്രദ്ധിക്കണം. പ്രൈസിലൊരു ഇത്ര % ഓഫ് ഒക്കെ കൊടുത്ത് ഓഫർ കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടി ശ്രദ്ധിക്കുക. ഈ വിലയിടുമ്പോൾ നമ്മൾ ഓഫേഴ്സ് അല്ലെങ്കിൽ മറ്റേ കോംബോ ഓഫേഴ്സിൽ 2 വാങ്ങിക്കുമ്പോൾ ഒരു 10% ഓഫ് അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറേ കസ്റ്റമേഴ്സിന് നമുക്ക് ഓൺലൈനായിട്ടും അല്ലാതെ ഓഫ്ലൈനായിട്ടും നമുക്ക് കിട്ടും. ഇനി നമ്മൾ എങ്ങനെയൊക്കെ ഓൺലൈനായിട്ട് ഏതൊക്കെ വെബ്സൈറ്റുകളിലാണ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്നാമത്തെ സൈറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോകുന്നത് HI എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. അതിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ്, ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമേ നമുക്കതിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനതിൻ്റെ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ HI കൂടി നമുക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആമസോണിൽ കൂടി നമുക്ക് സെയിൽ ചെയ്യാം. eBay എന്നുള്ളൊരു സൈറ്റിൽ നമുക്ക് നമ്മുടെ ഈസ്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് GST കാർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലാണ് ആമസോണിലും മീഷോയിലും ഒക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിലൊക്കെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാനിത് നെക്സ്റ്റ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാം. ഇനി നമുക്ക് ഫ്രീ ആയിട്ട് ഓൺലൈൻ ഷോപ്പ് തുടങ്ങാൻ പറ്റിയ ഇത് നമുക്കറിയാം, ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടി നമുക്കെങ്ങനെ സെയിൽ കിട്ടാമെന്നാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കാതെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ സ്റ്റോഴ്സാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ഫീൽഡ് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ പ്രൊഡക്ട്സ് ഏറ്റവും നല്ല ഫോട്ടോസും ഏറ്റവും നല്ല നമ്മൾ ചെയ്ത ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കാണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ റീൽസും ഫേസ്ബുക്കിലും ഒക്കെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്. കാരണം നമുക്കറിയാത്ത ആൾക്കാർ, സ്ട്രേഞ്ചേഴ്സാണ് നമ്മുടെ ഈ റീൽസും കാര്യങ്ങളും കാണുന്നത്. അപ്പോൾ അവർക്ക് നമ്മുടെ പ്രൊഡക്ട്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ പെർഫെക്ഷൻ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന റിപ്ലൈസിന് ഓട്ടോ റിപ്ലൈ കൊടുക്കാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തും കൂടി വെക്കണം. കാരണം നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന റിപ്ലൈസിൽ അവർ സാറ്റിസ്ഫൈഡ് ആവണം. കാരണം നമുക്കറിയില്ലല്ലോ അവർ ഇന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മൾ നോട്ടിഫൈ ആയിട്ടില്ലെങ്കിൽ, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു നല്ലൊരു കസ്റ്റമറിനെ ആയിരിക്കും നമുക്ക് നഷ്ടപ്പെടുക. അപ്പോൾ നമ്മൾ ഒരു ഓട്ടോ റിപ്ലൈ സിസ്റ്റം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ കുറിച്ചുള്ള പ്രൈസ് അവർ കമൻറ്റ് ചെയ്യുമ്പോൾ അത് ഓട്ടോ ആയിട്ട് അവരുടെ DMൽ ചെല്ലാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ ഈ ഓൺലൈൻ മീഡിയാസൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക്
നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോയിൻ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി നമ്മുടെ എല്ലാ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും മാത്രമേ നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവർ എപ്പോഴും നമ്മുടെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കണം എന്നൊന്നും നിർബന്ധമില്ല. ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി നമ്മൾ തന്നെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. നമ്മളിപ്പോൾ ഒരു ഫ്രോക്കാണ് തയ്ക്കുന്നതെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ എല്ലാവരും എപ്പോഴും ഫ്രോക്ക് വാങ്ങിക്കണമെന്ന് നിർബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഒരു 100 കസ്റ്റമർ ഉണ്ടെങ്കിലാണ് നമുക്കൊരു റെഗുലറായിട്ട് ഒരു 10 ഓർഡേഴ്സ് എപ്പോഴും കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. കാരണം നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് എടുത്തു വെച്ചിട്ട് നമുക്ക് നമുക്കപ്പോൾ കുറേ സെയിൽസും നമുക്ക് കിട്ടും. ഒരു 1000 പേരുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് റെഗുലറായിട്ട് ഒരു 100 ഓർഡേഴ്സൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് വരുമാന മാർഗം കൂടിയാണ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മളൊരു റെഗുലറായിട്ട് വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ടൈമിങ്ങിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. കാരണം ഇന്നൊരു 11 മണിക്കാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ പിറ്റേ ദിവസവും നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു 11 മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയിട്ട് ശ്രദ്ധിക്കണം. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ടൈം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. ടൈമിൻ്റെ കൂടെ നമ്മുടെ കൺസിസ്റ്റൻസിയും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ റെഗുലറായിട്ട് വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓർഡേഴ്സ് കിട്ടുകയും നിങ്ങൾക്ക് വരുമാനം കിട്ടുകയും ചെയ്യും. എന്ത് കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അതിലൊരു പെർഫെക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിക്കണം. ഒരു തട്ടിക്കൂട്ട് പരിപാടി ചെയ്തിട്ട് സെയിൽ ചെയ്തിട്ട് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അയൺ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ അടുത്ത സ്റ്റിച്ചിങ്ങിലേക്ക് പോകാനായിട്ട്. കാരണം നമ്മളൊരു ഹെമ്മാണ് അല്ലെങ്കിൽ ഒരു സീം അലവൻസ് ആണ് സ്റ്റിച്ച് ചെയ്തതെങ്കിൽ അത് ഫോൾഡ് ചെയ്ത് നല്ല പെർഫെക്ഷനിൽ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ വരുന്നുള്ളൂ. ഇപ്പം നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണെങ്കിലും ക്യാൻവാസ് ഇട്ട് മറിച്ച് തേച്ചെടുത്തിട്ട് നിങ്ങൾ അതൊന്ന് നല്ല പെർഫെക്ഷനിൽ അയൺ ചെയ്തിട്ട് അടുത്ത ജോയിനിങ് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രൊഡക്റ്റിന് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ക്വാളിറ്റിയിലും കൺസിസ്റ്റൻസിയിലും നിങ്ങളുടെ ആ ഒരു റെഗുലറായിട്ടുള്ള ആ ഒരു സോഷ്യൽ മീഡിയ ഒരു പോസ്റ്റിങ്ങിലും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഫീൽഡിൽ നല്ലൊരു വളർച്ച നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും റിപ്ലൈ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്